എല്ലാ മച്ചന്മാർക്കും JP നെറ്റ്വർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നെറ്റ് ലിങ്കിന്റെ ഡുവൽ ബാൻഡ് വൈഫൈ മോഡം ഒരെണ്ണം പുതിയത് നമ്മുടെ ഒരു കൂട്ടുകാരന് വേണ്ടി വാങ്ങിയിരിക്കുകയാണ്. അതും ഇന്ത്യ പോസ്റ്റ് വഴിയാണ് മേടിച്ചത്. ക്യാഷ് ഓൺ ഡെലിവറിയിലായിരുന്നു. അതായത് പോസ്റ്റ്മാൻ നമ്മുടെ വീട്ടിൽ സാധനം കൊണ്ടു തന്നപ്പോഴാണ് നമ്മൾ പൈസ കൊടുത്തത്. ഈ കാണുന്ന നെറ്റ് ലിങ്കിന്റെ ഡുവൽ ബാൻഡ് വൈഫൈ മോഡാണ് എൻ്റെ വീട്ടിൽ ഞാൻ 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി കവറേജ് തന്നെ വൈഫൈ കിട്ടുന്നുണ്ട്. യാതൊരുവിധ തകരാറുമില്ല. ഇൻ്റർനെറ്റ് സ്പീഡൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെയാണെങ്കിൽ വൈഫൈയുടെ സിഗ്നലിൻ്റെ പവർ ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് എന്തോരം ദൂരം വരെ ഇതിൻ്റെ വൈഫൈ കിട്ടുന്നു എന്നുള്ള കാര്യം. നമ്മുടെ കൂട്ടുകാരൻ കുറച്ചു കാലമായിട്ട് വീട് മെയിൻ്റനൻസ് ആയതുകൊണ്ട് മാറി താമസിക്കായിരുന്നു. തിരിച്ച് പണി കഴിഞ്ഞിട്ട് വന്നപ്പോൾ വൈഫൈ വയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ മോഡം കാണുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു മുതൽ വാങ്ങിയത്. ഇത് വാങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ വൈഫൈയുടെ ഒരു പവർ തന്നെയാണ്. പുള്ളിക്ക് എൻ്റെ വീട്ടിലെ മോഡം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. 2 വർഷമായിട്ട് ഞാൻ ഈ ഒരു മുതൽ ഉപയോഗിച്ചിട്ട് എനിക്കതിന് പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. നല്ല അടിപൊളി സാധനമാണ്. ഞാൻ BSNLൻ്റെ ഫൈബർ ഇൻ്റർനെറ്റാണ് ഉപയോഗിക്കുന്നത്. 2 വർഷത്തിന് മുകളിലായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് കണക്ഷൻ കട്ടായി പോകുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. രാത്രി ഒരു 12 മണി സമയത്തൊക്കെ മാസത്തിൽ 1-2 ദിവസം പോകുന്നുണ്ട്. അത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവർ മെയിൻ്റനൻസ് വർക്ക് കാരണം ഓഫാക്കുന്നത് ആണെന്ന്. അതല്ലാണ്ട് അങ്ങനെ സ്പീഡ് കുറവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ ഈ ഒരു മോഡത്തിൻ്റെ കണക്ഷൻസ് പറഞ്ഞുതരാം. ഈ കാണുന്ന നീല ഇവിടെയാണ് ഫൈബർ കേബിൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ ലാൻഡ് ഫോൺ കൊടുത്തിട്ട് കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഈ കാണുന്ന മഞ്ഞ പോർട്ടിൽ നമ്മൾ എതർനെറ്റ് കേബിൾ കൊടുത്തിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്നു. ഇവിടെ പവർ സപ്ലൈ കൊടുക്കുന്നു. ഈ കാണുന്നത് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. പിന്നെ റീസെറ്റ് ബട്ടണൊക്കെ ഇപ്പോൾ പണ്ടത്തേക്കാളും നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. സൈഡിൽ വെച്ചിട്ടുണ്ട്. നല്ല നീറ്റാണ്. പണ്ടത്തെ കൂട്ട് തട്ടിയാലൊന്നും റീസെറ്റ് ആവില്ല. ഇനി നമുക്ക് ഇതിൻ്റെ വൈഫൈയുടെ ഒരു പവർ നോക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ സിറ്റ് ഔട്ടിൽ വെച്ചേക്കോട്ടോ സാധനം. എന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ JP നെറ്റ്വർക്ക് കാണിച്ചത് എൻ്റെ വീടിൻ്റെ അകത്തുള്ളത് വൈഫൈയും FTTH കാണിക്കുന്നത് ഈ പുറത്ത് വച്ചിരിക്കുന്ന വൈഫൈയുമാണ്. രണ്ടും സെയിം നെറ്റ് ലിങ്കിൻ്റെ ഡുവൽ ബാൻഡ് വൈഫൈ തന്നെയാണ്. ഞാൻ വീടിൻ്റെ പുറത്തുനിന്ന് ആ റോട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ താഴോട്ട് കുറച്ച് പോവാണ്. ആ താഴെ ഒരു ചേട്ടൻ പോകുന്നുണ്ട്. അവിടെ വരെ നമ്മൾ പോയിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ എന്തോ ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നല്ല ദൂരമുണ്ട് കണ്ടോ. അവിടെ വീടിൻ്റെ അകത്ത് വെച്ചത് 2 കൊട്ട കുറഞ്ഞെങ്കിലും പുറത്ത് വെച്ചതിൽ വലിയ കാര്യമായ മാറ്റമില്ല. അത്രയും ദൂരം വരെ നമുക്ക് വൈഫൈ കിട്ടുന്നുണ്ട്. അതായത് താഴെ ഒരു ചേട്ടൻ നമ്മൾ നടന്ന ഇത് കണ്ടാണ്. അത്രയും ദൂരം വരെ നമുക്ക് വൈഫൈയുടെ കിട്ടുന്നുണ്ട്. അതായത് നല്ല ദൂരത്തേക്ക് നമുക്ക് വൈഫൈ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ ഒരു എക്സ്റ്റേണൽ വൈഫൈയുടെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇനി വീടിൻ്റെ പുറകുവശത്ത് വരുമ്പോഴാണെങ്കിലും ആ JP നെറ്റ്വർക്ക് കാണിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നതും FTTH കാണിക്കുന്നത് വീടിൻ്റെ വെളിയിലിരിക്കുന്ന ആ പുതിയ വൈഫൈ മോഡമാണ്. അത്ര നല്ല പവർഫുള്ളാണ്. നിങ്ങൾ ഡുവൽ ബാൻഡ് വൈഫൈ മേടിച്ച് കഴിഞ്ഞാൽ മോഡം മേടിച്ചാൽ നല്ല ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഇനിയുള്ള കാലത്തൊക്കെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇതുണ്ടോ, എൻ്റെ ഇവിടെ പഴയ മോഡം മുകളിലിരിക്കുന്നു, കയ്യിലുള്ളത് പുതിയ മോഡം. ഈ 2 മോഡത്തിൻ്റെ സിഗ്നലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അത്ര പവർഫുൾ സിഗ്നലാണ് ഈ ഒരു മോഡം നമുക്ക് തരുന്നത്. നെറ്റ് ലിങ്കിൻ്റെ മോഡം മേടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് അതിൻ്റെ സർവീസ് സെൻ്റർ ഉണ്ട്. പോരാത്തതിന് നമ്മുടെ കൂത്താറ്റോളം എറണാകുളം ജില്ലയിലാണ് ഈ ഒരു സാധനത്തിൻ്റെ കമ്പനി ഉള്ളത്. അതുകൊണ്ട് സർവീസ് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ മോഡത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്യമാണ് സർവീസ്. നെറ്റ് ലിങ്കിൻ്റെ സർവീസ് കേരളത്തിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് സർവീസിൽ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ ആണെങ്കിൽ മോഡവും വലിയ കുഴപ്പമില്ല, തരക്കേടില്ലാത്തൊരു മോഡാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഞാൻ എങ്ങനെ ഇത് വാങ്ങി എന്ന് പറയാം. നെറ്റ് ലിങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഏത് മോഡമാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി വേണമെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി എടുക്കാം, പേയ്മെൻറ്റ് എടുക്കണമെങ്കിൽ പേയ്മെൻറ്റ് എടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരുന്നതായിരിക്കും. പിന്നെ ഇത് കേരളത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലേക്ക് ഈ ഒരു മോഡം കിട്ടും. മോഡം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മോഡം കറക്റ്റായിട്ട് ആക്റ്റീവാക്കി തരുന്നതായിരിക്കും. മോഡം കിട്ടിയെന്ന് വെച്ച് പഴയ മോഡം എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു മോഡം വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കിട്ടില്ല.
അതിന് കേബിൾ ഓപ്പറേറ്ററിൻ്റെ സഹായം ആവശ്യമുണ്ട്. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് അറിയിക്കാം. പിന്നെ ആണെങ്കിൽ നിങ്ങൾ എത്ര Mbps സ്പീഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.